നമസ്കാരം. 2-3 മാസം കൂടി മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശബരിമലയിലെ സ്വർണ്ണമോഷണമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും CPMനെ ഒരു ബദൽ തിയറി കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് CPIM എന്ന ഈ പാർട്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്നറിയണമെങ്കിൽ മന്ത്രി P. രാജീവിൻ്റെ ഫേസ്ബുക്കിൽ പോയാൽ മതി. ദിവസവും അദ്ദേഹം വ്യത്യസ്തമായ നുണകൾ ശാന്തമായ ഭാഷയിൽ സത്യമെന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച്, ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ച്, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ P. രാജീവ് പറയുന്നത് കേട്ടാൽ എല്ലാവർക്കും ശരിയാണെന്ന് തോന്നും. ഇത്തരത്തിൽ ജനങ്ങളുടെ ചിന്താശക്തിയെ ഹൈജാക്ക് ചെയ്ത് നുണ അടിച്ചേൽപ്പിച്ച് സൈബർ സഖാക്കളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് വിജയിക്കാൻ കഴിയുമൊപ്പം അവരുടെ സ്വതസിദ്ധമായ വർഗീയതയും പ്രീണനവും ഒക്കെ ചേർത്താൽ മതി. നോക്കി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സാക്ഷാൽ സുകുമാരൻ നായരെ കൊണ്ട് ഈ സർക്കാരിനെ ജയ് വിളിപ്പിക്കാൻ കഴിഞ്ഞ പിണറായിസ്റ്റ് സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ചെറുതായി കാണരുത്. എന്നാൽ ഇവർക്ക് തലവേദനയായി മാറുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അവർക്ക് ക്യാപ്സ്യൂൾ ഇറക്കാൻ കഴിയുന്നില്ല. അന്വേഷണ സംഘം കേരള പോലീസിൻ്റെതാണെങ്കിലും കേരള പോലീസ് പിണറായിയുടേതാണെങ്കിലും അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത്, അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി അന്വേഷണ സംഘത്തെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ്, അതായത് മാധ്യമങ്ങളുടെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് അന്വേഷണ സംഘത്തെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ഹൈക്കോടതി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വിശ്വാസത്തിലെടുത്ത് പോകുമ്പോൾ ഇവർ പരിധിക്കപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചില ഇളവുകൾ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയും. പക്ഷെ അതിനൊക്കെ പരിമിതിയുണ്ട്. എന്ത് ഇളവുകൾ ചെയ്താലും അതിൻ്റെ വിശദീകരണം ഹൈക്കോടതിക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സർക്കാർ വലിയ ആശങ്കയിലാണ്. ശബരിമല കൊള്ളയുടെ പുതിയ വിശദാംശങ്ങൾ വരുമ്പോൾ പാർട്ടി നേതാക്കളിലേക്ക് എത്തുമോ? കടകംപള്ളി സുരേന്ദ്രനെ ഒന്നിലധികം തവണ ചോദ്യം ചെയ്തു വിട്ടു. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമോ? ആശങ്കയിലാണ്. അതുകൊണ്ടാണ് CPM ഒരു ക്യാപ്സ്യൂൾ ഇറക്കി നോക്കുന്നത്. ആ ക്യാപ്സ്യൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സകല മന്ത്രിമാരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധിയുമായും അടൂർ പ്രകാശുമായും ആന്റോ ആന്റണിയുമായും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന ക്യാപ്സ്യൂളാണത്. അതിന് ഉപോദ്ബലകമായി അവർ പറയുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ചിത്രമാണ്. അടൂർ പ്രകാശിനൊപ്പവും ആന്റോ ആന്റണിക്കൊപ്പവും നിൽക്കുന്ന ചിത്രവും അവർ കോൺഗ്രസിനെ ഉന്നം വയ്ക്കാൻ ഉപയോഗിക്കുന്നു. മന്ത്രിമാരും MLA മാരും സൈബർ സഖാക്കളും മാത്രമല്ല, സാക്ഷാൽ പിണറായി വിജയനും ഇടയ്ക്കിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും പോറ്റിയുടെ ആളുകളാണല്ലോ എന്ന് സ്ഥാപിക്കാനാണ്. എന്നാൽ എത്ര ബാലിശമായ നിലപാടാണ് എന്ന് അവർ മറന്നുപോകുന്നു. 2019 കൊള്ളയും മോഷണവും നടന്നത്. അന്ന് ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്കും സോണിയാഗാന്ധിക്കുമൊക്കെ അവിടെ കൊള്ള നടത്താൻ കഴിയും എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ അവരെ സമ്മതിച്ച മതിയാവും. ഈ ഒരു ആരോപണത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ അവർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അടൂർ പ്രകാശിന്റെ ഫോട്ടോ വന്നതുകൊണ്ട് ചോദ്യം ചെയ്യാൻ സാങ്കേതിക തകരാറൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്തേ മതിയാവൂ എന്ന വാശിയിലായിരുന്നു സർക്കാർ. അങ്ങനെയാണ് ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അടൂർ പ്രകാശിനെ വിളിപ്പിച്ചതിന് CPM വൃത്തങ്ങൾ ആവേശഭരിതരായി. CPMനേക്കാൾ ആവേശത്തോടെ CPMന് വേണ്ടി വിടുപണി ചെയ്യുന്ന മരമുറി ചാനൽ ആവേശഭരിതരായി രംഗത്തിറങ്ങി. അടൂർ പ്രകാശ് അറസ്റ്റിലായേക്കും എന്ന സൂചനയോടെ അവർ ഒരുപാട് ബുള്ളറ്റിനുകൾ രാവിലെ മുതൽ സംപ്രേഷണം ചെയ്തു തുടങ്ങി. കുരുക്കായി പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ, കൂടിക്കാഴ്ച എന്തിന്, ചോദ്യമുനയിൽ അടൂർ പ്രകാശ്, SIT ചോദ്യം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടിൽ മാറി മാറി കാർഡുകൾ ഇറക്കി അടൂർ പ്രകാശ് ഇപ്പോൾ അകത്താവും, അടൂർ പ്രകാശാണ് യഥാർത്ഥ കള്ളൻ എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു. സൈബർ സഖാക്കൾ ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ തുറന്നു പറഞ്ഞു പ്രകാശിനോട് വേറെ നിവൃത്തിയില്ലാത്തതൊന്നും വിളിപ്പിച്ചതാണ്, കുശലം പറഞ്ഞു പോകാമെന്ന്. ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ചായയൊക്കെ കൊടുത്ത് ഫോട്ടോയുടെ കാര്യം മാത്രം ചോദിച്ചു പോന്നു. ഉദ്യോഗസ്ഥന്മാർ അടൂർ പ്രകാശിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പിറകുവശത്തെ വാതിലിലൂടെ പോകാമെന്ന്. അടൂർ പ്രകാശ് പറഞ്ഞു ഞാൻ മുമ്പിലൂടെ വന്നു, മുമ്പിലൂടെ തന്നെ പോകും. നെഞ്ചു വിരിച്ച് കൈയും വീശി അടൂർ പ്രകാശ് മുമ്പിലൂടെ തന്നെ ഇറങ്ങി വന്നു. കടകംപള്ളി സുരേന്ദ്രനെ പോലെ ആരും അറിയാതെ പമ്മി പോയി പിൻവാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നില്ല. കയ്യും വീശി മുമ്പിൽ വന്ന് ചാനലുകൾ ചോദിച്ചതിനെല്ലാം
കൃത്യമായ ഉത്തരം പറഞ്ഞു. എന്നാൽ റിപ്പോർട്ടർ ചാനലിന്റെ പ്രസാദ് കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നു. പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. വിടട കയ്യിൽ നിന്ന് വരെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല മരമുറി ചാനൽ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇനി വിളിക്കും എന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. ഈ ചാനലില് ഈ പറയുന്ന ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പറഞ്ഞല്ലേ? പറഞ്ഞോ എന്ന് ചോദ്യം ചോദിച്ചാണ്. അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. റിപ്പോർട്ടർ ചാനലിനോട് അടൂർ പ്രകാശ് പറഞ്ഞു, 3 മാസം കൂടി മാത്രമേ നിങ്ങളുടെ നിഗളിപ്പുണ്ടാവൂ, ഭരണം മാറും എന്നോർത്തോളാൻ. രാവിലെ മുതൽ അടൂർ പ്രകാശ് അറസ്റ്റിലേക്ക് എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് റിപ്പോർട്ടറുകാർ പിന്നീട് റിപ്പോർട്ടർ ചാനലിനെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. വ്യാജ വാർത്തകളും ഇല്ലാത്ത വാർത്തകളും പറയുന്നവർക്കെതിരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള അടൂർ പ്രകാശിന്റെ ധൈര്യത്തെ സമ്മതിച്ച മതിയാവൂ. UDF കൺവീനറോട് ഒരു ചോദ്യമുണ്ട്. സന്ദീപ് വാര്യരെ പോലുള്ളവരെ എന്തിനാണ് ഈ മരമുറി ചാനലിൽ നിങ്ങൾ പ്രതിനിധികളായി അയക്കുന്നത്? നുണ മാത്രം പറയുന്ന, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലിൽ പോയി ഇരുന്നത് കൊണ്ട് എന്തു നേട്ടമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. എന്തായാലും അടൂർ പ്രകാശ് ജയിലിലാകുമെന്ന റിപ്പോർട്ടർ ചാനലിന്റെയും CPM-ന്റെയും ആത്മവിശ്വാസം അമ്പെ പൊളിഞ്ഞുപോയി. തന്റെ അടുത്തോടുകൂടി അടൂർ പ്രകാശ് മടങ്ങി. കോൺഗ്രസ് വൃത്തങ്ങൾ ആവേശത്തോടെ രംഗത്തിറങ്ങി. അവരൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അടൂർ പ്രകാശിനെ വിളിച്ചത് ഒപ്പം ഒരു ഫോട്ടോ ഉള്ളത് കൊണ്ടാണെങ്കിൽ, ഫോട്ടോ മാത്രമല്ല വീഡിയോ പോലും പുറത്തു വന്നല്ലോ പിണറായിക്കൊപ്പം. എന്താണ് പിണറായിയെ വിളിക്കാത്തത്? പിണറായിയെ ചോദ്യം ചെയ്യണ്ടേ എന്ന് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് അവർ കൂടുതൽ ആവേശത്തോടെ രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാമെങ്കിൽ പിണറായിയെ ചോദ്യം ചെയ്യണം എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. പിണറായിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും എന്ന സൂചന അന്വേഷണ വൃത്തങ്ങൾക്ക് നൽകേണ്ടി വരുന്നതും അടൂർ പ്രകാശിനെ അനാവശ്യമായി വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഇതിനിടയിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഒരു എൻട്രി കാത്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്ന് പിന്മാറുന്ന നേതാവല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവസാന ശ്വാസം വരെ കോൺഗ്രസുകാരനാണ് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നേതാവാണ് രാഹുൽ. ഈ അവസരം കൃത്യമായി മുതലെടുത്തു. രാഹുൽ വിശദമായ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട് 1 മണിക്കൂറിനിടയിൽ 20,000 ലൈക്കാണ് കിട്ടിയത്. കോൺഗ്രസ് പാർട്ടിയിലോ CPM-ലെയോ ഒരാൾക്കും കിട്ടാത്ത സ്വീകാര്യതയും ഷെയറും ലൈക്കും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത്. ഒരുപക്ഷെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും വ്യൂവും കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റിനാവും. രാഹുൽ പതിവ് തെറ്റിക്കാതെ പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെയും രംഗത്തിറങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി: ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുവത്രേ. ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. പക്ഷെ എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ്? പോറ്റിക്കൊപ്പം ആരൊക്കെയോ ഫോട്ടോ എടുത്ത് എന്നുള്ളതാണോ? അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് SITക്ക് അറിയില്ല എന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്തു ബന്ധമാണുള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷത്തിന്റെ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്തു ബന്ധമാണുള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവ് കെട്ടവരാണോ ഈ ഭരണകൂടം? അപ്പോൾ കാര്യം അതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരക്കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത്. ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരുമായി ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ്. വാസ്തവത്തിൽ അടൂർ പ്രകാശിനെ കുടുക്കി മൈലേജ് നേടാനുള്ള നീക്കം CPM-ന് വലിയ തിരിച്ചടിയായി മാറി. രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു പൊളിറ്റിക്കൽ എൻട്രിക്ക് കൂടി ഇവർ അവസരമൊരുക്കി കൊടുത്തു.